നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്ന് നരേന്ദ്രമോദി നടത്തിയ ആദ്യ സന്ദർശനം തന്നെ ലോകത്തെ ഞെട്ടിച്ചിരുന്നു. അദ്ദേഹം നേരെ പോയത് തന്റെ അടുത്ത സുഹൃത്തായ വ്ളാഡിമിർ പുടിന്റെ അടുത്തേക്കായിരുന്നു. ഇന്ത്യ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് തുടങ്ങിയ തീട്ടൂരമിറക്കിയ പാശ്ചാത്യ രാജ്യങ്ങളുടെ മുഖത്തടിച്ചു കിട്ടിയ അടിയായിരുന്നു നരേന്ദ്രമോദിയുടെ റഷ്യ സന്ദർശനം. മോദിയുടെ ഈ റഷ്യ സന്ദർശനം ഞങ്ങൾക്കത്ര സുഖിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി അമേരിക്ക രംഗത്ത് വന്നിരുന്നു. ഇതിന് മുഖമടച്ച മറുപടിയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ നൽകിയത്. നിങ്ങൾക്ക് സൂചിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്യും എന്ന് തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. എല്ലാ രാജ്യങ്ങൾക്കും തങ്ങളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ, താല്പര്യങ്ങളുടെ പരസ്പര ബന്ധം അടിസ്ഥാനമാക്കി തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അമേരിക്കയോട് ഇന്ത്യ ഇന്നലെ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ പ്രതീകാത്മകതയിലും സമയക്രമത്തിലും രാജ്യം നിരാശരാണെന്ന് US ഉദ്യോഗസ്ഥന്റെ അഭിപ്രായത്തോട് പ്രതികരിക്കുകയായിരുന്നു രാജ്യം. അപ്പോഴാണ് ഇന്ത്യക്ക് റഷ്യയുമായുള്ള ദീർഘകാല ബന്ധത്തെക്കുറിച്ചും അതിൽ നിങ്ങൾ ഇടപെടേണ്ട എന്നും അമേരിക്കയോട് ഭാരതം തുറന്നടിച്ചത്. ഇന്ത്യക്ക് റഷ്യയുമായി പരസ്പര താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള ദീർഘകാല ബന്ധമുണ്ടെന്ന് ആൾക്കാർ മനസ്സിലാക്കണം. ഒരു മൾട്ടിപോളാർ ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത്തരം യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യേണ്ടത് എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്, വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇത്ര രൂക്ഷമായ പ്രതികരണം അമേരിക്കയോട് നടത്തുന്നതിന്? ഇതിന് കൃത്യമായ കാരണമുണ്ട്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും അധികാരത്തിൽ വരാതിരിക്കാൻ അമേരിക്ക ചില കളികൾ കളിച്ചിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും ജോർജ് സൊറോസിനെ പോലെയുള്ള കോടീശ്വരന്മാർ പണമിറക്കിയും വലിയ കളി തന്നെയാണ് അമേരിക്ക നടത്തിയത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിലുള്ള ഇന്ത്യ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കില്ല എന്നവർക്ക് കൃത്യമായി മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയുടെ വളർച്ച തടയാൻ, ചൈനയെ ഒതുക്കാൻ ഒരു ഉപകരണമായി ഇന്ത്യയെ ഉപയോഗിക്കാം എന്നായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ അങ്ങനെ ഒരാളുടെയും ഉപകരണമാകാൻ താല്പര്യമില്ലെന്നും ഞങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കറിയാമെന്നും പല വേദികളിലും ഇന്ത്യ ശക്തമായ നിലപാടെടുത്തിട്ടുള്ളതാണ്. കൂടാതെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഏകധ്രുവ ലോകത്തിനോട് ഇന്ത്യക്കുള്ള അതൃപ്തിയും പലതവണ നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ബഹുധ്രുവ ലോകത്ത് അമേരിക്കയ്ക്കും യൂറോപ്പിനും പഴയ പ്രസക്തി ഇല്ലെന്ന് ഇന്ത്യ ലോകവേദികളിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. ജനാധിപത്യ അമേരിക്കയല്ല, മറിച്ച് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ചില നിക്ഷിപ്ത താല്പര്യക്കാരെ. പുടിനാണോ സെലൻസ്കിയാണോ ഉക്രൈൻ പ്രസിഡന്റ് എന്ന് പോലും അറിയാത്ത ജോ ബൈഡൻ ഇത്രയും കാലം അമേരിക്കയുടെ പ്രസിഡന്റായി എന്നതിൽ നിന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒരു റോളും അവരുടെ ഭരണത്തിൽ ഇല്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. ജോ ബൈഡനെ ഒരു പാവയായി നിർത്തി വേറെ പലരുമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ ട്രംപ് വന്നാലല്ലാതെ ഇന്ത്യ അമേരിക്കയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയുമില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ലോകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യയാണ് ആവശ്യം, തിരിച്ചല്ല. ഇന്ത്യ, റഷ്യ, ചൈന എന്ന ഒരു സഖ്യം ഏതെങ്കിലും കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതോടുകൂടി അമേരിക്ക തീർന്നു എന്നാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.